ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ. പരീക്ഷണം എന്ന് പറയുമ്പോൾ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഏത് നേരവും പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ചെടികളെ കുറിച്ചും ഒക്കെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ കണ്ണിൽ പെട്ട ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഏത് നേരം ഞാൻ ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോഴും അതുപോലെ തന്നെ യൂട്യൂബ് എടുക്കുമ്പോഴും ഒക്കെ ഇത് കാണാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും നമ്മളൊരു പരീക്ഷണമാണ്. എന്തായാലും പരീക്ഷണം വിജയിക്കുമെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്തായാലും പോയി. ഇപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. പിടിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും. ഇത് കണ്ടിട്ടുള്ളവർ എനിക്ക് ഞാൻ നട്ട് ഇത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എവിടെ കിട്ടിയാലും ഞാൻ മേടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനും ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർ അടിപൊളിയായിട്ടാണ് ഇത് പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഞാൻ മേടിച്ചു. അപ്പോൾ 3 പോട്ടിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ശിവകുട്ടനും കൂടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. എന്തായാലും പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ പോയി. എന്തായാലും മേടിച്ചില്ല എന്നുള്ളൊരിത് വരത്തില്ലല്ലോ. പിന്നെ എപ്പോഴും ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഇങ്ങനെ കയറി വരാറുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ വളമാണ്. അപ്പോൾ ഈ വളം ഇട്ടിട്ട് വേണം ഇത് നടാനായിട്ട്. എനിക്കൊന്ന് പൂ പിടിക്കുന്നൊന്നുമല്ല, നല്ല ഇലച്ചെടിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് മഴവില്ല് പോലെ ഒരുപാട് കളറുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നട്ട് നോക്കാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. അതുപോലെ തന്നെ സീഡും കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു. ഡൽഹിയിൽ നിന്നുമാണ് ഇത് പാക്കിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് പിടിക്കുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഞാൻ മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇതെന്തായാലും ഇത് പിടിച്ച് നല്ല രീതിക്ക് തന്നെ വരുമെങ്കിൽ മാത്രം ഞാനിതിടാം. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഞാൻ എടുത്ത് വെച്ച് നോക്കുമ്പോഴും ഈ ഒരു പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ ഈ ബോട്ടിലുകളിൽ എങ്ങനെയാണോ എന്തോ ഒന്നെങ്കിലും പിടിച്ച് കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാനിതിപ്പോൾ നടുന്നത്. എന്തായാലും പിടിച്ച് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഓരോ വളർച്ചയും ഞാനിത് ഇടുന്നതായിരിക്കും. എന്തായാലും കുറേ ദിവസം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് കിളിർത്ത് വരാനായിട്ട്. എന്തായാലും കിളിർത്താലും ഞാനിത് വീഡിയോ ഇടുന്നതാണ്. കാരണം അത്രയ്ക്ക് ഞാൻ ആകാംക്ഷയോടെ മേടിച്ച ഒരു ചെടിയാണ്. ഇതൊരു കുഞ്ഞു തൈയെങ്കിലും ഒരെണ്ണമെങ്കിലും കിളിർത്ത് വരികയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. വിത്തൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു എന്തായാലും പൂക്കൾ പിടിക്കുന്നതല്ല, ഇലയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് നട്ട് നോക്കാം. എന്തായാലും പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ അല്ലേ, നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകം. അങ്ങനെയാണ് ഞാനും വാങ്ങിച്ചത്. സാധാരണ ഇത്തരം വിത്തുകൾ വാങ്ങുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറ് ഇതുപോലെയുള്ള ഇലച്ചെടികളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്നാലും വേണ്ടില്ല, വേറെ എന്തെങ്കിലും ആയാലും അതിനോട് അനുബന്ധിച്ചിട്ടുള്ളതായാൽ മതിയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആരായാലും അത് മേടിച്ചു പോകും കേട്ടോ. അത്ര മനോഹരമാണ്. കണ്ടിട്ടുള്ളവർക്ക് ഇതറിയാം. അത്ര രസമാണ്. കാരണം ഒരു മഴവില്ല് പോലെ പല പല വർണ്ണങ്ങളിൽ ഇങ്ങനെ ആ ഒരു ഇല നിൽക്കുന്നത് കാണുമ്പോൾ ആരായാലും അത് മേടിച്ചു പോകും. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും പിടിച്ച് കിട്ടുകയാണെങ്കിൽ വളരെ ഭാഗ്യം, ഇല്ലെങ്കിൽ എൻ്റെ പൈസ പോയി എന്ന് തന്നെ പറയാം. അമ്മ ഞാൻ ഇതിലേതോട്ടിട്ട് ഇത് അമ്മ ഇതിലോട്ടിട്ട് മോൻ ഇഷ്ടമുള്ള നല്ല കാണാനുണ്ടല്ലോ. നല്ല പിടിച്ചിട്ടേ ഈ ഒരു ഭാഗത്ത് എന്നിട്ട് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം അല്ലേ അമ്മക്ക്. കുഞ്ഞു പാത്രം ഇട്ടുണ്ടമ്മ ശിവക്കുട്ടൻ കൊണ്ടുവരുന്ന വെള്ളം കണ്ട തോനെയായിപ്പോയി. ഇതിപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റ്സ് കിളിർത്താലും കിളിർത്തില്ലെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. കാരണം കിളിർത്തില്ലെങ്കിൽ നിങ്ങളോട് പറയണം, കിളിർത്താലും നിങ്ങളോട് പറയണമല്ലോ. അപ്പോൾ എന്തായാലും കിളിർക്കുമെന്ന വിശ്വാസത്തോടെ അത് വയ്ക്കുന്നു.
പൊട്ടണ്ട. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തിരിച്ചിട്ട് നമുക്ക്